ഒരു തീവണ്ടിയുടെ ജനൽക്കമ്പികൾക്കപ്പുറത്ത് പ്രകൃതി അതിന്റെ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ഒരുക്കിവെച്ച ഒരു മാന്ത്രിക വിസ്മയത്തിലേക്കാണ് നമ്മളിന്ന് കണ്ണുതുറക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സഹ്യന്റെ തണലിൽ പ്രകൃതിഭംഗി തുളുമ്പി നിൽക്കുന്ന പോത്തന്നൂരിന്റെ മണ്ണിലൂടെയാണ്. ജനലിലൂടെ പുറത്തേക്ക് കണ്ണോടിക്കൂ. ആദ്യം മനസ്സിനെ വിസ്മയിപ്പിക്കുന്നത് ആകാശത്തിന്റെ അനന്തതയിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ കരിമ്പാറ മലനിരകളാണ്. മനുഷ്യന്റെ ഒരു കാൽപ്പാടുപോലും പതിയാത്ത വന്യതയും ഏകാന്തതയും പേറുന്ന ആ കൊടുമുടികളെ പഞ്ഞിപോലുള്ള വെളുത്ത കാർമേഘങ്ങളും കോടമഞ്ഞും പ്രണയത്തോടെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. കാറ്റടിക്കുമ്പോൾ മാറിമറിയുന്ന കോടമഞ്ഞിന്റെ പുതപ്പ് ആ മലനിരകളെ നിഗൂഢവും എന്നാൽ അതിമനോഹരവുമായ ഒരു ചിത്രമാക്കി മാറ്റുന്നു. ആ മലമടക്കുകളിൽ നിന്ന് ഉറവയെടുത്ത് പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകി താഴേക്ക് കിനിഞ്ഞിറങ്ങുന്ന തെളിഞ്ഞ കൊച്ചരുവികൾ താഴ്വരയുടെ ജീവനാഡിയാണ്. കല്ലുകൾക്കിടയിലൂടെ കുണുങ്ങിപ്പായുന്ന ആ മലവെള്ളം വന്നെത്തുന്നത് ആമ്പലുകൾ ചിരിതൂകുന്ന നാടൻ കുളങ്ങളിലേക്കാണ്. ആ ജലാശയങ്ങളിൽ മലനിരകളും നീലാകാശവും ഒരു ജീവനുള്ള കണ്ണാടിയിലെന്നപോലെ പ്രതിഫലിച്ചു കിടക്കുന്നു. താഴോട്ടു നോക്കൂ, കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പച്ചപ്പട്ട് വിരിച്ച നെൽപ്പാടങ്ങൾ. കർഷകരുടെ അധ്വാനത്തിന്റെ കഥ പറഞ്ഞ് ഇളംകാറ്റിൽ തലയാട്ടി നൃത്തം ചെയ്യുന്ന നെൽക്കതിരുകൾ. ആ പച്ചപ്പിന് കാവൽ നിൽക്കുന്ന പടയാളികളെപ്പോലെ ആകാശത്തേക്ക് കൈനീട്ടി നിൽക്കുന്ന കരിമ്പനകൾ. അതിരാവിലെ പനമുകളിലേക്ക് ചുവടുവെച്ചു കയറുന്ന ചെത്തുതൊഴിലാളികളുടെ വിയർപ്പും മൺകലങ്ങളിൽ ഇറ്റുവീഴുന്ന മധുരക്കള്ളും പനങ്ങും ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമ വിളിച്ചോതുന്നു. പാടവരമ്പുകളിൽ തലയാട്ടി നിൽക്കുന്ന പച്ചപ്പുതച്ച മുളങ്കൂട്ടങ്ങൾ കാറ്റിനൊപ്പം സല്ലപിക്കുമ്പോൾ അവയിൽ തട്ടിവരുന്ന കുളിർക്കാറ്റ് മനസ്സിനെ വല്ലാതെ ശാന്തമാക്കുന്നുണ്ട്. ഈ സമൃദ്ധിയുടെ മുകളിലൂടെ ഒരു വെള്ളിമേഘം പോലെ ചിറകടിച്ചുയരുന്ന കൊക്കുകളും ചിന്നമുണ്ടുകളും പനയോലകളിലും മുളഞ്ചില്ലകളിലും ചേക്കേറി പാട്ടുപാടുന്ന കുരുവികളും കാട്ടുമൈനകളും ഈ താഴ്വരയ്ക്ക് ജീവന്റെ തുടിപ്പേകുന്നു. ദൂരെ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന മലമ്പരുന്തുകളും താഴെ പച്ചപ്പുല്ലിൽ ശാന്തമായി മേയുന്ന കന്നുകാലികളും ഇവിടെ പ്രകൃതിയോടൊത്ത് സ്വതന്ത്രമായി അലിഞ്ഞുചേർന്നിരിക്കുന്നു. കോടമൂടിയ മലനിരകളും തെളിനീരൊഴുകുന്ന അരുവികളും നെല്ലും തെങ്ങും കരിമ്പനകളും മുളങ്കാടുകളും പക്ഷിക്കൂട്ടങ്ങളും ഒത്തുചേരുന്ന പോത്തന്നൂരിന്റെ ഈ മനോഹാരിത കേവലം ഒരു കാഴ്ചയല്ല, ആത്മാവിലേക്ക് പടരുന്ന ഒരു കുളിർമഴയാണ്. വണ്ടി മുന്നോട്ട് കുതിക്കുമ്പോഴും ഈ പച്ചപ്പും തണുപ്പും നമ്മുടെ ഉള്ളിൽ എന്നും മായാതെ നിൽക്കും. തീർച്ച. ട്രെയിൻ യാത്രകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ജനലരികിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചകൾ, മുഖത്തേക്കടിക്കുന്ന തണുത്ത കാറ്റ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സാധാരണ യാത്രയിലല്ല. തമിഴ്നാടിന്റെ അതിർത്തിയായ പോത്തന്നൂരിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമഘട്ടത്തിന്റെ നെഞ്ചുപിളർന്നു കിടക്കുന്ന നിഗൂഢമായ കാടുകളിലൂടെയുള്ള ഒരു യാത്രയിലേക്കാണ്. പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കാഴ്ചകളുടെ ഭാവം മാറുകയാണ്. തിരക്കേറിയ കെട്ടിടങ്ങളും നഗരത്തിന്റെ ബഹളങ്ങളും പതിയെ പിന്നിലേക്ക് മറയുന്നു. ഇരുവശത്തും ഇടതൂർന്ന പച്ചപ്പും കാട്ടുമരങ്ങളും മാത്രം. ഇത് വെറുമൊരു വനപാതയല്ല. വാളയാറിന്റെ ഈ വനാന്തരങ്ങൾ വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ച് കാട്ടാനകളുടെ വിഹാരകേന്ദ്രമാണ്. ഈ പാളങ്ങൾക്ക് ഇരുവശവും അവയുടെ സ്വന്തം സാമ്രാജ്യമാണ്. ജനലിലൂടെ അല്പം ദൂരേക്ക് കണ്ണയച്ചാൽ ദാ നോക്കൂ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ. കോടമഞ്ഞിന്റെ വെളുത്ത പുതപ്പണിഞ്ഞു നിൽക്കുന്ന ആ പച്ചമലകൾക്കിടയിലൂടെ ട്രെയിൻ ഒരു വലിയ വളവു തിരിയുന്ന കാഴ്ച ശരിക്കും കണ്ണെടുക്കാൻ തോന്നാത്തൊന്നാണ്. പ്രകൃതി ഒരുക്കിയ ഒരു വലിയ ക്യാൻവാസ് പോലെ. മലമുകളിൽ നിന്ന് താഴേക്ക് വീശുന്ന ആ കാറ്റിൽ കാടിന്റെ നനവും ഒരു വല്ലാത്ത കുളിർമയുമുണ്ട്. ഇരുമ്പുപാളങ്ങൾക്കിടയിലൂടെ വണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദതയിലേക്ക് ട്രെയിനിന്റെ ചക്രം സൃഷ്ടിക്കുന്ന ആ താളം ഒരു സംഗീതം പോലെ അലിഞ്ഞുചേരുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമാണ് പലപ്പോഴും യാത്രകൾ എന്ന് ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങൾ. പോത്തന്നൂർ പിന്നിട്ട് ഈ കാടുകളും മലകളും കടന്നുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് പ്രകൃതിയുടെ മറ്റൊരു സുന്ദരതീരത്തേക്കാണ്. ആകാശവും ഭൂമിയും പരസ്പരം ചുംബിക്കുന്ന ആ ദൂരക്കാഴ്ചയിലേക്ക് കണ്ണുകളൊന്നു പായിക്കൂ. മനുഷ്യന്റെ ഒരു കാൽപ്പാടുപോലും പതിയെ നൈവിസധം പ്രകൃതിയുടെ നിഗൂഢതകൾ ഉള്ളിലൊളിപ്പിച്ച് തികച്ചും വിജനമായി നിൽക്കുന്ന ആ കൂറ്റൻ മലനിരകൾ. ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും ഏറ്റവും വന്യമായ സൗന്ദര്യമാണ് ആ കൊടുമുടികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യസാന്നിധ്യമില്ലാത്ത ആ വന്യഭൂമിയെ തഴുകിത്തലോടാൻ അവിടെ കാർമേഘങ്ങളും കോടമഞ്ഞും മാത്രമാണുള്ളത്. ആകാശത്തുനിന്ന് പഞ്ഞിപോലുള്ള വെൺമേഘങ്ങൾ മലഞ്ചെരുവുകളിലേക്ക് അലിഞ്ഞിറങ്ങി പച്ചപ്പാർന്ന വനമേഖലകളെയും ചെങ്കുത്തായ കരിമ്പാറക്കെട്ടുകളെയും ഒരു വെളുത്ത പുതപ്പുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ഇടയ്ക്കിടെ വീശിയടിക്കുന്ന മലങ്കാറ്റിൽ കോടമഞ്ഞ് മാറിമറിയുമ്പോൾ അല്പനേരത്തേക്ക് ആ കരിമ്പാറകൾ തെളിഞ്ഞുവരും. തൊട്ടടുത്ത നിമിഷം അടുത്ത മേഘക്കീറ് വന്ന് അവയെ വീണ്ടും സ്വന്തമാക്കും. മേഘങ്ങളും മലകളും തമ്മിലുള്ള ആ പ്രണയം നോക്കിനിൽക്കാൻ തന്നെ എന്തൊരു ചേലാണ്. തൊട്ടപ്പുറത്ത് പച്ചപ്പു പടർന്ന കാടുകളും താഴെ ജീവന്റെ തുടിപ്പുള്ള ഗ്രാമങ്ങളുമുള്ളപ്പോഴും ആ ഉയരങ്ങളിൽ നിശബ്ദതയുടെ ഒരു മഹാസാമ്രാജ്യം തന്നെയാണ് ഉറങ്ങിക്കിടക്കുന്നത്. കാറ്റൊഴികെ മറ്റൊരു ശബ്ദവുമില്ലാത്ത കോടമഞ്ഞ് തീർത്ത ആ മാന്ത്രിക ലോകം കാണുമ്പോൾ മനുഷ്യന്റെ ചിന്തകൾക്കുമപ്പുറമുള്ള പ്രകൃതിയുടെ ഗാംഭീര്യം നമുക്കു മുന്നിൽ വെളിപ്പെടുകയാണ്.
നഗരങ്ങളുടെ തിരക്കുകളിൽ നിന്ന് എത്രയോ കാതങ്ങളകലെ ശാന്തതയുടെ പരകോടിയിൽ ഉറങ്ങുന്ന ഈ കോടമൂടിയ മലനിരകൾ പ്രകൃതി സ്വയം വരച്ചുവെച്ച ഒരു മായാചിത്രം തന്നെയാണ്.